വിജയൻ കൂടി ടെലിഫോൺ ലൈനുണ്ട്. നടി സ്വാഗതം ഗീതാ വിജയൻ. ഈ പറഞ്ഞ സിനിമയിൽ ഒരു കാലത്ത് സജീവമായി നിന്ന ആളാണ് താങ്കൾ. ഈ ഇപ്പോൾ പുറത്തു വരുന്ന വെളിപ്പെടുത്തലോട് താങ്കളുടെ പ്രതികരണം എന്താണ്? കമ്മിറ്റി ഫൈൻഡിങ്സ് ആക്ച്വലി നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ഇത് ഇപ്പൊ വന്നത് വളരെ നന്നായി. ആക്ച്വലി ഇറ്റ് വാസ് ഇനവിറ്റബിൾ ടു ദ ഇൻഡസ്ട്രി ആൻഡ് താങ്ക്സ് ടു ദ പിണറായി വിജയൻ ഗവൺമെന്റ് ഫോർ ഫെസിലിറ്റേറ്റിംഗ് ദിസ്. ആൻഡ് പിന്നെ എന്താ ഞാൻ പറയാ, കാരണം ഇത് ഇപ്പോ ഈ ഒരു ഇത് വളരെ നന്നായി ഇത് വന്നത്. ആക്ച്വലി എപ്പോഴോ വരേണ്ടതായിരുന്നു. ആൻഡ് ഇപ്പൊ ഈ കമ്മിറ്റി ഫൈൻഡിങ്സ് ഇപ്പൊ എല്ലാവരും ഒന്ന് ഭയപ്പെടുന്നുണ്ട് അല്ലേ? കാരണം എവറിബഡി ലോട്ട് ഓഫ് പീപ്പിൾ ഹാവ് അണ്ടർഗോൺ ട്രോമാസ് ആൻഡ് എവറിഥിങ്. അപ്പോ അതുകൊണ്ട് ഈ വന്നത് വളരെ നന്നായി എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഈ ധൈര്യപൂർവ്വം, അതായത് ഇപ്പോൾ ഈ പുറത്തു വരുന്ന ആരോപണങ്ങൾ പലതും 2009, 2010 കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായ ആരോപണങ്ങളാണ്. പലരും ധൈര്യപൂർവ്വം അത് വെളിപ്പെടുത്തി മുന്നോട്ട് വരാൻ തയ്യാറാകുന്ന ഒരു സാഹചര്യം, അതൊരു വലിയ മാറ്റമല്ലേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ടുവന്നത്? പിന്നെന്താ സംശയം? കാരണം ഇപ്പോഴാണ് ധൈര്യപൂർവ്വം എല്ലാവർക്കും പറയാൻ പറ്റുന്നത്. ഇതിനു മുമ്പ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിനു മുമ്പ് പറഞ്ഞാലും ആരും അത് അധികം ചെവി കൊള്ളില്ല. എല്ലാവരും ഒരു കാതിൽ കേട്ട് മറ്റേ കാതിലും അത് ഇതാവും. അങ്ങനെയായിരുന്നു. ഇപ്പോ ഈ ഒരു ഫ്രീഡം തന്നത് ഈ ഫൈൻഡിങ്സ് തന്നെയാണ്. ആ ഫ്രീഡം എന്നും ഉണ്ടാവണം. ഈ അട്രോസിറ്റീസ് ഒക്കെ നിൽക്കണം. അതാണ് ഞാൻ പറയുള്ളൂ. കാരണം സ്ത്രീകൾക്ക് വർക്ക് പ്ലേസിൽ വേണ്ടത് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയാണ്. അങ്ങനെ ഒരു നല്ലൊരു എൻവിറോൺമെന്റ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക? നമുക്ക് ഒരു സമാധാനമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റണ്ടേ ഏത് വിധത്തിലും? അങ്ങനെ ഒരു കാരണം എല്ലാവരും ഭയന്ന് എല്ലാവർക്കും ഒരു ടെൻഷനാണ്. എന്തെങ്കിലും വിധത്തിലുള്ളൊരു ഇത് വരുമോ അങ്ങനെ ഞാൻ ജനറലൈസ് ചെയ്ത് പറയല്ല, ജനറലൈസ് ചെയ്യാൻ പാടില്ല. ഇറ്റ്സ് വെരി സബ്ജക്റ്റീവ്. അതുകൊണ്ട് ഇപ്പൊ എന്റെ കാര്യത്തിൽ ഞാൻ പറയാം, AMMA ഇത് വരുന്നതിന് മുമ്പ് തന്നെ ഐ ഹാവ് ഫേസ്ഡ്. പക്ഷെ ഞാൻ അത് ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട് ആ സമയത്ത്. അതായത് താങ്കൾക്കും പേഴ്സണലി ഈ നിരവധി അനുഭവങ്ങൾ ഇത്തരം സംഗതികളുമായി ബന്ധപ്പെട്ട്, അഭിനയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലേ? കുറെ ഉണ്ടായിട്ടില്ല, പക്ഷെ ഉണ്ടായിട്ടുണ്ട്. ഇല്ലാന്ന് ഞാൻ പറയില്ല. പക്ഷെ ഞാൻ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ ഒരു ഭയമുണ്ട്. ദേ ആർ സ്കേർഡ് ഓഫ് മീ ആൻഡ് എന്നെ അവോയ്ഡ് ചെയ്തിട്ട് പ്രോജക്ട്സിനെ അവോയ്ഡ് ചെയ്ത് ഞാൻ പോടാ പുല്ലേന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ അവോയ്ഡ് ചെയ്ത് എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ യു ആർ ഓൾ നിങ്ങളൊക്കെ വെറും മോർട്ടൽസ് ആണ്. ദർ ഇസ് എ പവർ അബവ് എവറിബഡി. നിങ്ങൾ എല്ലാത്തിന്റെ മേലും ഒന്നല്ലോ ഇരിക്കുന്നത്. അപ്പൊ എനിക്കുള്ള പ്രോജക്ട്സ് എനിക്ക് വരും. പ്രതികരിച്ചതിന്റെ പേരിൽ അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഗീതാ വിജയന്. ഉണ്ട്, നഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ വാട്ട്? എന്നിട്ട് ഞാൻ ഇന്നലെ എന്നെ ഇൻഡസ്ട്രീനെ പുറത്താക്കുന്ന 91 പറഞ്ഞ ധീരന്മാരുണ്ട്. ഞാൻ പറഞ്ഞു പുറത്തായിക്കോട്ടെ, സോ വാട്ട് എന്നാണ് എന്റെ ഇത്. പുറത്താക്കട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ. പങ്കുവെക്കാമോ? എന്തായിരുന്നു താങ്കൾക്കുണ്ടായ മോശമായ കാര്യങ്ങൾ? അതൊരു ഡയറക്ടറായിരുന്നു. അത് ഞാനിപ്പോ കാരണം ഞാൻ ഇതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്, ഐ എം ഗോയിങ് ടു ഗിവ് എ കമ്പൈൻ സ്റ്റേറ്റ്മെന്റ് വിത്ത് സംബഡി. അപ്പൊ ഞാൻ അവർക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്കിപ്പോ അതൊന്നും പറയാൻ പറ്റില്ല. അതാണ്. ഇതുപോലെ വാതിൽ തട്ടലും മുട്ടലും തന്നെയായിരുന്നു. ഫോൺ വിളിയും അന്ന് ഇന്റർകോം ഉണ്ടല്ലോ ഹോട്ടൽസില്, ഫോൺ വിളി, ഇൻസിഡന്റ് കോൾസ് അറ്റ് നൈറ്റ് ആൻഡ് കോളിംഗ് ബെൽ അടിക്കല്, വാതിൽ തട്ടല്, മുട്ടലൊക്കെയായിരുന്നു. എനിക്ക് ഒരു ഫസ്റ്റ് 2 days ഞാൻ മിണ്ടാതെ ഇരുന്നു. അതായത് ഓക്കെ ഇതായിട്ട് 3rd day എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. പിന്നെ ഇറ്റ് കെപ്റ്റ് കണ്ടിന്യൂയിങ്. ചിലരെന്താ വെച്ചാൽ നമ്മള് റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ അത് നിർത്തും. ഇതില്ല. അവസാനം ഞാൻ എന്റെ വാതിൽ തള്ളി തുറന്നു. എന്നിട്ട് ഞാൻ ചീത്ത വിളിയെന്ന് പറഞ്ഞാൽ അത്രയും ചീത്ത വിളിച്ചിട്ട് ആ കോറിഡോറിലുള്ള എല്ലാവരും, ഒരുവിധം എല്ലാവരും അറിഞ്ഞു അത്. പിന്നെ അതിങ്ങനെ സ്പ്രെഡ് ലൈക്ക് വൈൽഡ് ഫയർ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ സെറ്റിൽ എനിക്ക് പിന്നെ ഡയറക്ടർ എന്നെ കണ്ടാമുണ്ടില്ല, എനിക്ക് സീൻ പറഞ്ഞു തരില്ല, ഒന്നുമില്ല. ഉള്ള സീൻസ് ഒക്കെ കട്ട് ചെയ്തു എന്നെ റൂമില് എന്താ പറയാ ഡേറ്റ്സ് 10 days ആയിരുന്നു ഡേറ്റ്സ്. ആദ്യത്തെ 3 ദിവസം ഈ 3 days കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ വർക്കേ ഇല്ല. അതായത് എന്നെ വെറുതെ റൂമിൽ ഇതൊക്കെ ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, ഐ ഡോണ്ട് കെയർ, എന്ത് നിങ്ങളുടെ ഡേറ്റ് ആണ്, യു ഡു വാട്ട് യു വാണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുക. 10th ദിവസം 10 days ആയിരുന്നു ആ വർക്കിന്റെ ഇത്. ആ 10th day കഴിഞ്ഞ ശേഷം ഞാൻ വേറെ പടത്തിന് സെയിം കൊച്ചി തന്നെ ഡേറ്റ് കൊടുത്തു വന്നു. അപ്പോഴാണ് പ്രൊഡ്യൂസറും പ്രൊഡക്ഷൻ കൺട്രോളറൊക്കെ അയ്യോ എന്താണ് ഇങ്ങനെ ചെയ്തത്? ഞാൻ പറഞ്ഞു അതെ, എന്നെ എങ്ങനെ ചെയ്തു, ഞങ്ങളോട് ഒരു വാക്ക് പറയാറുന്നില്ലേന്ന് അവര് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ തന്നെ, എനിക്കാണ് ഇത്, ഞാനാണ് ഫേസ് ചെയ്യുന്നത്, സോ ഐ മസ്റ്റ് റിയാക്ട്.
അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ റിയാക്ട് ചെയ്തത്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഡേറ്റ് വേണമെങ്കിൽ നിങ്ങൾ ഇവരൊക്കെ ചോദിക്കുക. അവര് ബാക്കി ഞാൻ ഇത്രയും ദിവസം തന്നെ വെറുതെ എത്തിയത് നിങ്ങൾ ആരും കണ്ടില്ലേ എന്ന് ചോദിച്ചു ഞാൻ. ഈ കൂടെ അഭിനയിച്ചവരോടൊക്കെ ഈ വിഷയം പങ്കുവച്ചിരുന്നു, അവരുടെ പ്രതികരണം എന്തായിരുന്നു? ആ സമയത്ത് അവർക്കൊക്കെ അറിയാമായിരുന്നല്ലോ. അതുകൊണ്ടല്ല അവരൊക്കെയല്ല ന്യൂസ് എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ചെയ്തത്. അപ്പൊ ആരുടെ ഭാഗത്ത് നിന്നും അന്ന് ഒരു സഹായം കിട്ടിയില്ല എന്നുള്ളതാണ് അല്ലേ? സഹായമല്ല, എല്ലാവരും ഹെൽപ്ലെസ് ആണ്. അതായത് ആർക്കും അങ്ങനെ പ്രതികരിക്കാൻ പറ്റില്ല. അവർക്ക് അവരുടെ ഇത് നോക്കണ്ടേ, അവർക്ക് അവരുടെ ഫാമിലീസ് ഉണ്ടാവും, അവർക്ക് അവരുടെ കാര്യം നോക്കണം. അപ്പൊ പിന്നെ ഞാനത് ഐ ഷുഡ് നോട്ട് എക്സ്പെക്ട് ദാറ്റ്. ഞാനത് എക്സ്പെക്ട് ചെയ്തിട്ട് ഐ ഡോണ്ട് എക്സ്പെക്ട്. ഞാൻ ഒരു ഇതും ഞാൻ എക്സ്പെക്ട് ചെയ്യാത്ത ആളാണ്. എനിക്ക് വന്ന ഇഷ്യൂ ഞാൻ തന്നെ സോൾവ് ചെയ്യണം എന്ന് ഞാൻ പണ്ടേ എനിക്കൊരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ഐ സ്റ്റിൽ ഡു ദാറ്റ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പവർ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടാണ്. ഈ സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട്, അവർക്ക് പല സ്വാധീനങ്ങളുണ്ട്, അവരാണ് സിനിമയിലെ മിക്ക കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് എന്നുള്ളതാണ്. ദീർഘകാലം സിനിമയിൽ നിന്ന ഒരാളെന്ന നിലയിൽ ഗീതാ വിജയൻ എത്ര അനുഭവങ്ങളുണ്ടോ? പവർ ഗ്രൂപ്പ് അല്ല, ഐ തിങ്ക് ഇറ്റ്സ് കുറച്ച് ഇൻഡിവിജ്വൽസ് ആണ്. അപ്പൊ അവരിനിപ്പോ ഒരു ടീമാണെങ്കിൽ ഓക്കെ, യു കോൾ ദം എ ഗ്രൂപ്പ് ഓർ വാട്ട് എവർ. പക്ഷെ ഓരോ സിനിമയിലും എല്ലാവരും ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ നിങ്ങൾ പറയുന്നത് പോലെ ഈ പവർ ഗ്രൂപ്പ് അല്ലല്ലോ. ഓരോ സിനിമയില് ഓരോ കാര്യങ്ങള് ഒരു സിനിമയിൽ ചിലപ്പോൾ പ്രൊഡ്യൂസർ ആയിരിക്കും എല്ലാം നിശ്ചയിക്കുന്നുണ്ടാവുക, ഒരു സിനിമയിൽ ഡയറക്ടർ ആയിരിക്കും മോസ്റ്റ് പവർഫുൾ. ഏതാണോ ഓരോ അതാണ് പറയുന്നത്, ഓരോ പ്രോജക്റ്റിലും ഒരാൾ പവർഫുൾ ആയിട്ടുണ്ടാവില്ല, ഒരു ക്യാപ്റ്റൻ ഉണ്ടാവുമല്ലോ, ഒരു ഹെഡ് ഉണ്ടാവുമല്ലോ, അവരായിരിക്കും നിശ്ചയിക്കുക. അപ്പൊ ഈ ഗ്രൂപ്പ് എന്നുള്ളതല്ല, ആ ഇൻഡിവിജ്വൽ പറയുന്നത് പോലെ ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ ചിലർ ചെയ്യില്ല, ചിലര് അതിന് താഴെയുള്ളവർ ചിലര് ചെയ്യും. ഇപ്പോൾ അമ്മ ജനറൽ സെക്രട്ടറിക്കെതിരെയാണ് ഗൗരവതരമായ ആരോപണം ഉയർന്നത്. ആ സ്ഥാനം രാജിവെച്ചു. സിദ്ദിഖിനൊപ്പം താങ്കൾ നിരവധി സിനിമയിൽ അഭിനയിച്ച ആൾ കൂടിയാണ്. ഈ സിദ്ദിഖിനെതിരെയുള്ള ആരോപണങ്ങളെ എങ്ങനെ കാണുന്നു? അങ്ങനത്തെ സംഭവങ്ങൾ നടക്കാൻ പാടില്ലായിരുന്നു എന്നാണ് എന്റെ സ്റ്റാൻഡ് ഉള്ളത്. കാരണം ഇൻഫാക്ട് ജനറൽ സെക്രട്ടറി പോസ്റ്റിന് പോലും, കാരണം ഒരു അലിഗേഷൻ ഉള്ള വ്യക്തി ആ അലിഗേഷൻ തീർത്തിട്ട് വേണമായിരുന്നു ഇങ്ങനെ ഇത്രയും ഇമ്പോർട്ടന്റ് പോസ്റ്റില് ഇലക്ഷന് നിൽക്കാൻ തന്നെ. അതെന്തുകൊണ്ട് അവിടെ സ്റ്റോപ്പ് ആയില്ല എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ മനസ്സിലത് വിചാരിച്ചിരുന്നു. ഈ അലിഗേഷൻ ഉണ്ടല്ലോ, 2019 or 2018 അലിഗേഷൻ വന്നത്. പിന്നെ അപ്പൊ അത് റിസോൾവ് ആയില്ല. അപ്പൊ ഹൗ ക്യാൻ എ പേഴ്സൺ ഹൂ ഫേസസ് സച്ച് ഇതായിട്ടുള്ള ഡ്രാസ്റ്റിക് അലിഗേഷൻ എങ്ങനെ ഈ ഒരു പോസ്റ്റിൽ നിൽക്കും എന്നുള്ള ഒരു ഇത്. അപ്പൊ അതൊക്കെ ആരാണ് ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവുക? അപ്പൊ നിങ്ങൾ അവരോട് ചോദിക്കണം, നോട്ട് മീ. കാരണം ഐ എം ജസ്റ്റ് അണ്ടർഡോഗ് ഇൻ ANMA. എനിക്കൊന്നും അവിടെ ഒരു എന്താ പറയുക വോയിസും ഇല്ല, ഒന്നുമില്ല. അങ്ങനത്തെ ഒരാളാണ്. ഗീതാ വിജയൻ ഈ കാസ്റ്റിംഗ് കവച്ചും ഈ ശരീരം ചോദിക്കലും ഒക്കെ പണ്ടുകാലം മുതലേ സിനിമയിലുണ്ട്. അത് പലരും പേടിച്ചിട്ട് പുറത്ത് പറയാത്തതാണ്. അങ്ങനെയാണല്ലേ? പിന്നെ എല്ലാവർക്കും അവരവരൊരു ഇതുണ്ടല്ലോ. ചിലര് പേടിയായിരിക്കും, ചിലർക്ക് വർക്കിൻ്റെതായിരിക്കും. എല്ലാവരും ഒന്നും ഫൈനാൻഷ്യലി സ്റ്റേബിൾ ഇതൊന്നും അല്ല വരുന്നത്. എല്ലാവർക്കും ഒരു സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് എല്ലാവരിലും ഉള്ളതല്ലേ. സർവൈവൽ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിങ്ക്റ്റ് എല്ലാ മനുഷ്യരിലും ഉള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടായിരിക്കും ചിലര് ഒന്നും മിണ്ടാതെ നിൽക്കും, ചിലര് പ്രതികരിക്കും, ചിലർക്ക് എല്ലാവർക്കും അവരവരത് മുഖ്യമാണ്. സോ ഐ ഡോണ്ട്, നമ്മളത് ഒരാളെ ബ്ലെയിം ചെയ്യാൻ പാടില്ല. നമുക്ക് പ്രതികരിക്കാം. ഇഫ് സംതിങ് ഹാപ്പൻസ്, പക്ഷെ പ്രതികരിച്ചവർക്കൊന്നും പിന്നീട് സിനിമയിൽ നിലനിൽപ്പില്ല എന്നുള്ള സാഹചര്യങ്ങളുമാണ് അല്ലേ? അതെ, അത് നമ്മൾ എത്രയോ പേരെ കാണുന്നതല്ലേ. ആണുങ്ങളായാലും ശരി, പെണ്ണുങ്ങളായാലും ശരി, കുറെ പേർക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനൊക്കെയാണ് മാറ്റം വരേണ്ടത്. അതായത് ഒന്നോ രണ്ടോ പേരുടെ കൺട്രോളിൽ ഇത് വരാൻ പാടില്ല. അതൊക്കെ മാറണം. കാരണം അതൊക്കെ തമിഴില് കാട്ടുപിറാണ്ടിത്തനം എന്ന് പറയും. അതാണത്. ഈ നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുന്നതിന് പകരം ശ്രീമതി ഗീതാ വിജയൻ നേരിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. താങ്കൾക്കും സമാനമായ ദുരനുഭവങ്ങൾ ഏതെങ്കിലും നടന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ? ഇല്ല, നടന്മാര് എനിക്കറിയില്ല. കാരണം ഓരോ പ്രോജക്റ്റ് പറഞ്ഞ പോലെ ചില പടത്തിൽ ഞാൻ ഹീറോ ആയിരിക്കും എല്ലാം നിശ്ചയിക്കുക, ചില പടത്തിൽ ഡയറക്ടേഴ്സ് ആയിരിക്കും സബ്ജക്ട് ഇൻ ഈച്ച് പ്രോജക്ട്. അപ്പൊ എനിക്ക് എന്നെ ചിലതിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ല, ചില കാര്യത്തില് അങ്ങനെ ഉണ്ടാവാം. അതെന്തുകൊണ്ടാകാം? എന്തെങ്കിലും ദേഷ്യം ഉണ്ടാവും, അത്രേ ഉള്ളൂ. കാരണം പിന്നെ എന്റെ സ്വഭാവം ഉണ്ട്. ഞാൻ എന്താ പറയാ, ഒരു ഇത് നോക്കണം, ഐ കോൾ എ സ്പേഡ് അങ്ങനത്തെ ആളാണ്. അപ്പൊ എന്നെ പലർക്കും ഇഷ്ടമല്ല. ഞാൻ ചിലരുടെ കണ്ണിലൊക്കെ കരടാണ്.
കാണുമ്പോ ചിരിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ വർക്ക് വരുമ്പോ they won't call. അത്രേ ഉള്ളൂ. അല്ലെ, അവർക്ക് താല്പര്യമുള്ളവർക്ക്, അവർക്ക് വഴങ്ങുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുക എന്നുള്ള സംഗതി ഉണ്ടല്ലോ സിനിമയിൽ. ഒരു അടിമത്തമാണ്, അതായത് സബ്സേർവിയന്റ് ആയിട്ടുള്ളവർക്കാണ് ഇവിടെ കൂടുതൽ ഇതുള്ളത്. ഫ്രാങ്ക് ആയിട്ട് സംസാരിക്കുന്നവരെയൊക്കെ ഒതുക്കും, അതാണ്. ഈ താങ്കൾ ആദ്യകാലത്തൊക്കെ നായികയായി വന്നു, നിരവധി സിനിമകൾ നായിക വേഷം ചെയ്തു, പക്ഷെ പിന്നീട് ഇങ്ങോട്ട് കരിയറിൽ ആ തരത്തിലൊരു വളർച്ച കണ്ടില്ല. അതിന്റെ കാരണം ഈ പറഞ്ഞതുപോലെയുള്ള വഴങ്ങലുകൾക്ക് താങ്കൾ സമ്മതിക്കാത്തത് കൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞാൽ സമ്മതിക്കുമോ? എല്ലാം അങ്ങനെ പറയല്ലേ, എല്ലാം അങ്ങനെ പറയരുത്. ഒരു ട്രാൻസിഷൻ ഉണ്ടല്ലോ മലയാള പടത്തിൽ, അങ്ങനെയില്ല. എല്ലാം മലയാള പടത്തിൽ നായികമാരും ഇത് ചെയ്തിട്ടുണ്ട്, ചിലര് ലോങ് സ്റ്റാൻഡിങ് ഇതുണ്ട്. അത് ഡിഫറെന്റ് സർക്കംസ്റ്റൻസസ് ആണ്, എല്ലാവരും ഒരുപോലെയല്ലല്ലോ. ഓരോരുത്തർക്കും ഓരോ ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എനിക്ക് ചിലപ്പോ അങ്ങനത്തെ കാരണങ്ങളാണ് ചില പടങ്ങള് പോയിട്ടുണ്ട്, അത് ഞാൻ ഇല്ലാന്ന് പറയില്ല. അതായത് നമുക്ക് അഡ്വാൻസ് വന്ന് ഡേറ്റ്സ് പറഞ്ഞ പടങ്ങളിൽ നിന്ന് വരെ പെട്ടെന്ന് 1 ഫൈൻ ഡേ ഇല്ലാതായിട്ടുണ്ട്. അപ്പൊ ഐ ജസ്റ്റ് ടേക്ക് ഇറ്റ് ആസ് ഇറ്റ് കംസ്, അങ്ങനെയാണ്. അവരുടെ ഡിമാൻഡ് മറ്റു പലതായിരുന്നല്ലേ? ഇല്ല, ഡിമാൻഡ് എന്ന് പറയില്ല ഞാൻ. സംടൈംസ് ചിലർ ഡിമാൻഡ് ഒന്നും വെക്കില്ല. നമുക്ക് അഡ്വാൻസ് വരും, നമ്മുടെ ഡേറ്റ് പറയും. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ അതിന് കട്ടാവുന്നത്, വേറൊരാൾ അവിടെ വരുന്നതെന്ന് അറിയില്ല. ഞാൻ അതിനെ കുറിച്ച് പിന്നെ അന്വേഷിക്കാൻ നിന്നിട്ടില്ല. അതാണ്, ഞാൻ ജസ്റ്റ് മൂവ് ഓൺ. യു ഹാവ് ടു മൂവ് ഓൺ. പിന്നെ ഞാൻ അവിടെ പാസ്റ്റിൽ ഇങ്ങനെ അയ്യോ ഇങ്ങനെ ആയിരുന്നു എന്നുള്ള അത് ഇല്ല. വൈ ഷുഡ് ഐ വേസ്റ്റ് മൈ പ്രഷ്യസ് ലൈഫ് ഫോർ ദീസ് ബാസ്റ്റേഴ്സ്? ഈ ഒരു സെറ്റിൽ വെച്ചുണ്ടായ മോശം അനുഭവം, സോറി ഫോർ ദിസ് അൺപാർലമെന്ററി ഇത്. പക്ഷേ ചില സമയത്ത് നമ്മുടെ റേഞ്ച്, നമ്മുടെ ഇതുണ്ടല്ലോ, ഫ്രസ്ട്രേഷൻ ആൻഡ് എവറിത്തിങ്, ആങ്കർ ടുവേർഡ്സ് ദം, അത് ഈ രീതിയിൽ പുറത്തു വരും. വെരി സോറി ഫോർ ഇറ്റ്. അതെ. ഈ സെറ്റിൽ വെച്ച് ഒരു ദുരനുഭവം ഉണ്ടായ കാര്യം പറഞ്ഞു, സ്പോട്ടിൽ പ്രതികരിച്ച കാര്യം പറഞ്ഞു. അവരുടെയൊക്കെ ആവശ്യവും ഡിമാൻഡും ഒക്കെ ഇത്തരമായിരിക്കുമല്ലേ, ലൈംഗികമായ ആവശ്യങ്ങളൊക്കെ. അതിലപ്പുറം വേറെ എന്താ അവർക്ക്? ബോഡി അത്രേ ഉള്ളൂ. പിറ്റേസം കണ്ടാൽ തന്നെ തിരിഞ്ഞു നോക്കുണ്ടാവില്ല. അത്ര ആ സമയത്ത് അവരുടെ ആ ഒരു നീഡ്. പക്ഷെ അത് എല്ലാവരും നടക്കില്ലല്ലോ. ഈ നിസ്സഹായരായ ഇവർക്ക് വഴിപ്പെടേണ്ടി വരുന്ന ഒരുപാട് സഹനടിമാർ, താങ്കൾക്കൊപ്പമുള്ള നടിമാരെയൊക്കെ താങ്കൾ കണ്ടിട്ടുണ്ടോ? അവരുടെ വിഷമങ്ങൾ താങ്കളോട് പങ്കുവച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയല്ല. ഈ ഇങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, സീ ദിസ് പേഴ്സൺ മെയ്ഡ് എ പാസ് വിത്ത് മീ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഇതുപോലെ റെസിസ്റ്റ് ചെയ്തവർക്കൊക്കെ ഇതേ ഗതിയാണ്. അതായത് എൽപി കട്ടോ, അല്ലെങ്കിൽ സെറ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, എന്താ പറയാ, സെറ്റില് എല്ലാവരുടെ മുന്നിൽ വെച്ച് ചീത്ത വിളിക്കുക, നമ്മളൊരു കുറെ ടേക്സ് ഇങ്ങനെ അനാവശ്യമായിട്ട് എടുപ്പിക്കുക. നമുക്കറിയാം നമ്മുടെ ടേക്ക് ഓക്കെ ആയിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷെ ആ സമയത്ത് എല്ലാവരുടെ മുമ്പിൽ വെച്ച് ചീത്ത പറയുമ്പോ ഇവർക്ക് അതൊരു സുഖമാണ്. അത് ദേ ഫൈൻഡ് സം കൈൻഡ് ഓഫ് എന്താ പറയാ, ഒരു ഹാപ്പിനെസ് അവർക്ക് എല്ലാവരുടെ മുന്നിൽ വെച്ച് ചീത്ത പറഞ്ഞ. അപ്പൊ പക്ഷെ നമ്മുടെ കോ ആർട്ടിസ്റ്റിനൊക്കെ ചിലപ്പോ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കുറെ ചീത്തയും നമ്മളെ ഇൻസൾട്ട് ചെയ്യുമ്പോ അത് കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ. അത് പക്ഷെ നമ്മുടെ കോ ആർട്ടിസ്റ്റിന് അറിയാം എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചീത്ത വിളിക്കുന്നതെന്ന്. നമുക്ക് അവർക്ക് അറിയാം. അപ്പൊ ഞങ്ങളൊക്കെ ഇവിടെ പിന്നെ നീ എടുത്തോടാ ടേക്ക്, നീ എത്ര വേണമെങ്കിലും എടുത്തോ, ഞാനിവിടെ ഉണ്ട് അഭിനയിക്കാൻ, എന്ത് വേണമെങ്കിലും കാട്ടിക്കോ. ആ ഒരു ഇതാണ്. നമ്മൾ അങ്ങനെ ഒരു മോഡിൽ പോകും. അപ്പൊ പിന്നെ അവിടെ ടെൻഷനും ഇല്ല, ഒന്നുമില്ല, അത്ര തന്നെ. അതായത് ഗീതാ വിജയൻ തുടർച്ചയായി ഇത്തരം സംഗതികൾക്കെതിരെ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ സ്വാഭാവികമായും അവസരങ്ങൾ ഒരുപാട് നഷ്ടപ്പെട്ടു. പതുക്കെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ട സാഹചര്യം ഉണ്ടായി അല്ലേ? പിന്നെ എനിക്ക് ന്യൂ ജനറേഷൻ ആൾക്കാരൊന്നും അധികം അറിയില്ല. ന്യൂ ജനറേഷൻ ടെക്നീഷ്യൻസിനെ ഒന്നും എനിക്ക് അറിയില്ല. പിന്നെ ഞാനായിട്ട് അവരെ കോൺടാക്ട് ചെയ്യാൻ പോവാറുമില്ല. അത് വേറെ കാര്യം. അതാണ്. പിന്നെ എനിക്ക് ഞാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ടീംസിന്റെ കൂടെ വർക്ക് ചെയ്യാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് അപ്പൊ എല്ലാം ഒത്തു വന്നാൽ ചെയ്യും. ഉണ്ടെങ്കിൽ വിളിച്ചാൽ. ഐ എം നോട്ട് ഗെറ്റിംഗ് എന്താ പറയാ, ഇങ്ങനെ ഓഫേഴ്സ് ഒന്നും വന്നുകൊണ്ടിരിക്കുന്നൊന്നുമില്ല. വൺസ് ഇൻ എ വൈൽ വരും. ഓരോ ജനറേഷൻസ് ഉണ്ടല്ലോ. പിന്നെന്താ വെച്ചാൽ ഇപ്പൊ ഞാൻ ക്യാരക്ടർ റോൾസ്, അമ്മ റോൾസ് ഒക്കെയാണ് ചെയ്യുന്നത്. അത് ചെയ്യാൻ തന്നെ ന്യൂ ജനറേഷനിൽ ഇഷ്ടം പോലെ പേരുണ്ട്. പിന്നെ അതൊന്നും അപ്പാർട്ട് ഫ്രം ദാറ്റ് ആരെങ്കിലും നല്ലൊരു ടീം വിളിച്ചാൽ ഐ വിൽ ഗോ ഡു. അല്ലാണ്ട് ഇത് നോ ഒന്നും പറയുന്നില്ല. അത്രേ ഉള്ളൂ. ഓക്കെ, നന്ദി ശ്രീമതി ഗീതാ വിജയൻ താങ്കളുടെ പ്രതികരണത്തിൽ. ഏതായാലും സിനിമയിൽ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് സഹനടി കൂടെ അഭിനയിക്കുന്ന ആളുകൾക്ക് അനുഭവങ്ങളുണ്ട്. ഓരോ സെറ്റുകളിലും ഓരോ പവർ ഗ്രൂപ്പുകളുണ്ട്. അവരുടെ നിയന്ത്രണത്തിലായിരിക്കും സിനിമാ രംഗമെന്നാണ് ഗീതാ വിജയൻ പറയുന്നത്. അവർ പറയുന്നത് പോലെ അവർക്ക് വഴങ്ങി വേണം നടിമാരടക്കം മുന്നോട്ട് പോകാൻ എന്ന ഗൗരവതരമായ ആരോപണവും ഗീതാ വിജയൻ ഉന്നയിക്കുകയാണ്.